സംഘർഷങ്ങൾ അതിഭയാനകമായി മുന്നോട്ട് പോകുമ്പോഴും ആണവായുധമോഹം ഉപേക്ഷിക്കാതെ ഇറാൻ സൈനിക ആക്രമണങ്ങളെ അതിജീവിച്ച് അതീവ ശക്തിയോടെ രഹസ്യ കേന്ദ്രങ്ങൾ. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആവർത്തിച്ചുള്ള സൈനിക ആക്രമണങ്ങൾക്കിടയിലും ഇറാന്റെ ആണവ പദ്ധതികൾ അതീവ പ്രതിരോധ ശേഷിയോടെ നിലനിൽക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 2 തവണ സൈനിക നടപടികൾ ഉണ്ടായിട്ടും ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർക്കാൻ സാധിച്ചിട്ടില്ലെന്നും അവർക്ക് ഇപ്പോഴും ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ളതാണ് ശേഷിയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഗവേഷണ പരീക്ഷണശാലകളും യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും ആക്രമണത്തിൽ തകർന്നെങ്കിലും ഇറാന്റെ ആണവ പദ്ധതിയുടെ കാതലായ ഭാഗങ്ങൾ ഇപ്പോഴും സുരക്ഷിതമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കനത്ത വ്യോമാക്രമണങ്ങളെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള അതീവ സുരക്ഷിതമായ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്ന സെൻട്രിഫ്യൂജുകൾ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ്. എത്ര വലിയ സൈനിക നീക്കമുണ്ടായാലും ആണവ പദ്ധതിയുടെ സാങ്കേതിക അടിത്തറ നിലനിർത്താൻ ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനെ സഹായിക്കുന്നുണ്ട്. ഇറാന്റെ ആണവ അഭിലാഷങ്ങളാണ് ഇസ്ലാമാബാദിലെ 21 മണിക്കൂർ നീണ്ട അടിയന്തര ചർച്ചകൾ പരാജയപ്പെടാൻ പ്രധാന കാരണമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നില്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സാങ്കേതിക വിദ്യകൾ തേടുകയാണെങ്കിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉറച്ച വാഗ്ദാനം ഉണ്ടാകണമെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിൽ ഇരുപക്ഷവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ചർച്ചകളെ സങ്കീർണമായ പ്രതിസന്ധിയിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഏകദേശം 1000 പൗണ്ടോളം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കൈവശമുണ്ടെന്നത് ലോകരാജ്യങ്ങളിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നു. ഇതിന്റെ പകുതിയോളം ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രത്തിലെ അതീവ രഹസ്യമായ ഭൂഗർഭ തുരങ്കങ്ങളിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആണവ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വസ്തുക്കൾ വിട്ടുകൊടുക്കാൻ ഇറാൻ എളുപ്പത്തിൽ തയ്യാറാക്കില്ല. ഈ യുറേനിയം ശേഖരം കണ്ടുകെട്ടുന്നതിനുള്ള സൈനിക നീക്കം അതിസങ്കീർണവും അപകടകരവുമാണെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. 2025 നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യം ഫോർദോ, നതാൻസ് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ വൻതോതിൽ ബോംബാക്രമണം നടത്തിയിരുന്നു. ഇതിനു പുറമെ ആണവ ശാസ്ത്രജ്ഞരെയും പ്രധാന ലാബുകളെയും ലക്ഷ്യമിട്ട് ഇസ്രായേലും നിരവധി നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്തരം ആക്രമണങ്ങൾക്കൊന്നും ഇറാന്റെ ആണവ പദ്ധതിയെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് ഇറാൻ ആവർത്തിച്ചു വാദിക്കുന്നത്. സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ വീര്യം കുറയ്ക്കാൻ അവർ തയ്യാറാണെന്ന് സൂചിപ്പിച്ചെങ്കിലും അമേരിക്കയാണ് ഇതിനെ സംശയത്തോടെ നോക്കുന്നത്. അതേസമയം ഇറാന്റെ തന്ത്രപരമായ സംസ്കാരം സമ്മർദ്ദത്തിൽ കീഴിലുള്ള സഹിഷ്ണുതയ്ക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇത് സൂചിപ്പിക്കുന്ന അവരുടെ പരിപാടിയിലെ താൽക്കാലിക വിരാമങ്ങൾ പലപ്പോഴും ശാശ്വതമല്ല, തന്ത്രപരമാണെന്നും ഉടനടി ആയുധമാക്കുന്നതിനേക്കാൾ അതിജീവനത്തിനാണ് മുൻഗണന നൽകുന്നതുമാണ്. ആണവ നിർവ്യാപന ഉടമ്പടിയുടെ പ്രായോഗികതയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ഈ നിലപാട് കാരണമായിട്ടുണ്ട്. ബാഹ്യ ആക്രമണത്തിനെതിരായ ആത്യന്തിക പ്രതിരോധം ആണവശേഷിയാണെന്ന വിശ്വാസത്തെ ഇറാന്റെ പ്രവർത്തനങ്ങൾ പ്രതിഫലിപ്പിക്കുന്നുവെന്നും വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. സൈനികാക്രമണങ്ങൾ ആണവ പദ്ധതിയെ തടസ്സപ്പെടുത്തുമെങ്കിലും ഇറാൻ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക പരിജ്ഞാനവും വൈദഗ്ധ്യവും പൂർണ്ണമായും ഇല്ലാതാക്കാൻ അവയ്ക്ക് കഴിയില്ലെന്നും ഏതെങ്കിലും രൂപത്തിൽ അതിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ കഴിയുമെന്നുമാണ് സമീപകാല വിശകലനത്തിൽ നിന്നുള്ള ഏകദേശ ധാരണ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.